സീനിന്റെ അവസാനം ഇങ്ങനെയാവുന്ന കരുതിയില്ല അല്ലേ? നമ്മുടെ ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സീൻ ബൈ സീൻ ട്വിസ്റ്റാ. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം വെല്ലുവിളിക്കാൻ. എന്തായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ട? ഈ പാവൻ രമാദേവിയെ തട്ടിക്കളയാനുള്ള പ്ലാൻ വല്ലതും ആയിരുന്നോ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അതിനു മുൻപേ ഞാനായിട്ടങ്ങ് മാറിത്തരാം. തട്ടിക്കൊണ്ടുപോകലും തട്ടിക്കളയലും ഒക്കെ നിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഓ, പറയുന്നത് പോലെ ഈ ഡിപ്പാർട്ട്മെന്റ് വേറെയാണല്ലോ അല്ലേ? വാർദ്ധക്യ പ്രണയ ഡിപ്പാർട്ട്മെന്റ്. നടക്കട്ടെ. സൗകര്യങ്ങളൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. ഒരു നിരാശാ കാമുകന്റെ ഭാവം ജയേട്ടന്റെ മുഖത്തുണ്ട്. ഈ പ്രായത്തിൽ അതൊട്ടും നല്ലതല്ല. സമയം കിട്ടുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. നിരാശാ കാമുകന്റെ വേഷമാണോ നല്ലൊരു ഭർത്താവിന്റെയും നല്ലൊരു അച്ഛന്റെയും വേഷമാണോ ഈ കഥയില് ജയേട്ടൻ ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന്? ഒന്ന് നിന്നേ. ഈ പറഞ്ഞ കാര്യം നടക്കില്ല. ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. വരണ്ട. നീ വരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോഴുള്ള നിന്റെ പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം. നിന്റെ അച്ഛനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കിത്തരാം. നിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി നീ രമാദേവിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ ഞാൻ തിരികെ കൊടുക്കാം. മുടങ്ങിപ്പോയ നിന്റെ പഠിപ്പ് ബാക്കി ക്യാഷ് കൊടുത്ത് ഞാൻ നിന്നെ പഠിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് 3 പേർക്കും നല്ലൊരു വീടും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ഞാൻ ഉണ്ടാക്കിത്തരാം. അതും നിങ്ങൾ പറയുന്നിടത്ത്. പിന്നെ ആരും ഒരു കാര്യത്തിനും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. ആ ഉറപ്പ് ഞാൻ തന്നെ തരാം. പക്ഷേ ഇതിനൊക്കെ പ്രതിഫലമായിട്ട് എനിക്ക് മണിമാല വേണം അല്ലേ? മണിമാല ഞാൻ തരില്ല. അങ്ങനെ മണിമാല തന്നിട്ട് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണ്ട. ചിന്നു, മണിമാല തന്നിട്ട് എന്റെ കടവും തീരണ്ട. മണിമാല തന്നിട്ട് എന്റെ ജീവിതം രക്ഷപ്പെടുകയും വേണ്ട. നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ അച്ഛൻ ജയിലിലാണെന്ന് അമ്മയോട് പറയൂന്ന്. പോയി പറ. പെറ്റ് വളർത്തിയ മൂത്ത മകള് കാല് പിടിപ്പിച്ച അത്രയും വിഷമം അമ്മയ്ക്ക് ഈ കാര്യത്തിലുണ്ടാവില്ല. അത് ഞാൻ അമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചോളാം. പിന്നെ ഇതൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ ഞാനും തിരിച്ച് ഭീഷണിപ്പെടുത്തും. അച്ഛൻ ജയിലിലാണെന്ന് അമ്മ അറിയുന്ന നിമിഷം നീ എന്റെ ചേച്ചിയാണെന്ന് ഇവിടെ എല്ലാവരും അറിയും. ഇവിടുത്തെ രമാദേവി മാഡം നിങ്ങളെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കും. അതൊക്കെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പോയി എന്റെ അമ്മയോട് പറ എന്റെ അച്ഛൻ ജയിലിലാണെന്ന്. ഓഫീസിലേക്ക് ഞാൻ വരുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണ്ട. പിന്നെ എനിക്ക് നിങ്ങളെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ പോയാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അതല്ല ചതിയും വഞ്ചനയും കൊണ്ട് എല്ലാം നേടാന്നാണെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. അത് 3.5 തരം. ഈ സീനിന്റെ അവസാനം ഇങ്ങനെയാവുന്ന കരുതിയില്ല അല്ലേ? നമ്മുടെ ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സീൻ ബൈ സീൻ ട്വിസ്റ്റാ. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം വെല്ലുവിളിക്കാൻ.
ഹലോ നരേന്ദ്രേട്ടാ. നീ ആരാ? നീ എവിടെ ഉള്ളതാ? ആരുടെ മോളാ? രാജകുടുംബത്തിലെ ആരെങ്കിലും ആണോ? നരേന്ദ്രേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇതൊന്നും എന്റെ സംശയമല്ല, രമചേച്ചിയുടെ സംശയമാ. അവരുടെ സംശയം അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അവരുടെ സംശയമൊന്നും ഞാൻ കാര്യാക്കാറില്ലെന്ന് നരേന്ദ്രേട്ടൻ അറിയാലോ. എന്നാ നീ കാര്യമാക്കണം. നീ ആരാണെന്നും എന്താണെന്നും അറിയാൻ വേണ്ടി ഏതോ ഒരു ഡിറ്റക്റ്റീവ് പെണ്ണിനെ പൈസയും കൊടുത്ത് അവള് നിന്നെ കുറിച്ച് അന്വേഷിക്കുക. കേട്ടെടുത്തോളം ആ ഡിറ്റക്റ്റീവ് ആളൊരു മിടുക്കിയ. നിന്റെ അച്ഛൻ ആരാന്നും അമ്മ ആരാന്നും നിന്റെ അപ്പന്റെ അപ്പന്റെ ഫോസിൽ വരെ അവള് കണ്ടുപിടിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. രമചേച്ചി നീ ഉദ്ദേശിച്ച ആളല്ല. നീ സുരക്ഷിതമായിട്ട് അവിടെ നിന്നാലേ എനിക്ക് മണിമാല കിട്ടൂ. അതുകൊണ്ടാ നിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞത്. നോക്കിയും കണ്ടുമൊക്കെ നിന്നാ നിനക്ക് കൊള്ളാം. സർ, എന്താടോ തനിക്കൊരു ടെൻഷൻ? അത് വേറൊന്നുമില്ല സർ. എന്റെ പഴയൊരു കൂട്ടുകാരി വിളിച്ചതാ. എന്നോടൊപ്പം ഓർഫണേജിൽ ഉണ്ടായിരുന്നതാ. അവൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കുമെന്ന് എന്നെ വിളിച്ച് ചോദിച്ചതാ. ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ലെന്ന് ഞാൻ പറയായിരുന്നു. എടോ താൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? തന്നെ പോലെ ഒരു അനാഥയായ പെൺകുട്ടിയല്ലേ അതും. നമുക്കേ ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാം. ആ എങ്കിൽ ഞാനത് അവളെ വിളിച്ച് പറയാം. ഇപ്പൊ തന്നെ വിളിച്ചു പറ. സമാധാനത്തോടെ ഉറങ്ങട്ടെ പാവം. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ പറയാം.